RCB ആരാധകരെ, കാർമേഘങ്ങളെല്ലാം മാറി ആകാശത്ത് ചുവപ്പ് പടർന്നിരിക്കുന്നു. ഫ്രാഞ്ചൈസി ക്രിക്കറ്റിൻ്റെ ചരിത്ര പുസ്തകങ്ങളിൽ സുവർണ്ണ നിറത്താൽ ഇനി ഈ പേരും തിളങ്ങി നിൽക്കും. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു, ദ ബാക്ക് ടു ബാക്ക് ചാമ്പ്യൻസ്. വാട്ട് എ ടീം, വാട്ട് എ ഫാൻ ബേസ്. ഇത് വെറുമൊരു വിജയമല്ല. ഒരു മനുഷ്യൻ തൻ്റെ ചോരയും നീരും നൽകിയ ഒരു സാമ്രാജ്യത്തോട് പുലർത്തിയ കൂറിനും ലോയൽറ്റിക്കും കാലം കൊടുത്ത സമ്മാനമാണ്. എല്ലാം ജയിച്ച കിങ് കോഹ്ലി എന്ന രാജാവ് തോറ്റ വാട്ടർലൂ യുദ്ധമായിരുന്നു IPLകൾ. പണവും പ്രശസ്തിയും വാഗ്ദാനം ചെയ്ത് പലരും വട്ടമിട്ട് നടന്നിട്ടും പരിഹാസങ്ങൾ ഏറെ കേട്ടിട്ടും ചുവപ്പും കറുപ്പും കലർന്ന കുപ്പായം വിട്ടൊരു കളിയില്ലെന്ന് പ്രഖ്യാപിച്ചവൻ്റെ ടീം. അങ്ങനെയൊടുവിൽ അഹമ്മദാബാദിലെ ജനസഞ്ചയത്തെ സാക്ഷിയാക്കി പരിക്കിൻ്റെ വേദനയിലും അയാൾ ആ വിജയക്കൊടി പാറിക്കുമ്പോൾ ക്രിക്കറ്റ് ലോകം ഒരൊറ്റ കാര്യമേ തിരിച്ചറിയുന്നുള്ളൂ: ചില കാത്തിരിപ്പുകൾ മധുര പ്രതികാരങ്ങൾക്കുള്ളതാണ്. ഈ കപ്പിൽ ഹൈ ഡ്രാമക്കോ ഹൈ ഇമോഷനോ സാധ്യതയില്ല. കാരണം RCB സീസണിൽ ഉടനീളം ഒരു ചാമ്പ്യൻ ടീമായി തന്നെയാണ് കളിച്ചത്. ടൂർണമെൻറ്റിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അവർ കൺസിസ്റ്റൻ്റ് ആയിരുന്നു. ലീഗ് ഘട്ടത്തിൽ ഒരിക്കൽ പോലും പോയിന്റ് ടേബിളിലെ ടോപ്പ് 3യിൽ നിന്നും അവർ മാറിയിട്ടില്ല. എതിരാളികളും പിച്ചുകളും മാറി മാറി വന്നെങ്കിലും RCBയുടെ തന്ത്രങ്ങൾക്കും വീരത്തിനും ഒരു മാറ്റവും ഉണ്ടായില്ല. തോൽവികളിൽ നിന്ന് പാഠം പഠിച്ച് ജയങ്ങളിൽ അഹങ്കരിക്കാതെ ഒരു ചാമ്പ്യൻ ടീമിന് വേണ്ട കണിശതയോടെയാണ് അവർ ഓരോ ചുവടും മുന്നോട്ട് വെച്ചത്. ആദ്യ കിരീടം നേടാൻ 17 വർഷത്തെ കാത്തിരിപ്പെങ്കിൽ അത് നിലനിർത്താൻ അവർക്ക് വേണ്ടി വന്നത് 12 മാസത്തെ ദൂരം മാത്രം. ഫൈനലിലും കണ്ടത് ഈ ചാമ്പ്യൻ മെൻറ്റാലിറ്റിയുടെ തുടർച്ച തന്നെയാണ്. ടോസ് നേടി ബൗളിംഗ് തിരഞ്ഞെടുത്ത രജത് പാട്ടീദാറിൻ്റെ ഉൾവിളി പേസ് ബോളർമാർ കേട്ടു. അഹമ്മദാബാദിലെ സ്റ്റിക്കി പിച്ചിൽ RCB ബോളർമാർ സീം കണ്ടെത്തിയതോടെ ഗുജറാത്തിൻ്റെ ടോപ്പ് ഓർഡർ വിറച്ചു തുടങ്ങി. ആദ്യത്തെ ഇരയായ ശുഭ്മാൻ ഗില്ലിനെ ഹേസൽവുഡ് വന്ന് കോർത്തെടുത്തു. പിന്നാലെ ഭുവനേശ്വർ കുമാറിൻ്റെ എൻട്രിയാണ്. ഫോമിലുള്ള സായി സുദർശനും പുറത്ത്. ഓപ്പണിംഗ് സഖ്യം വീണാൽ പിന്നെ ഗുജറാത്ത് വിറക്കുമെന്നതൊരു ഈസി പ്രഡിക്ഷനാണ്. അതുതന്നെ സംഭവിച്ചു. ജോസ് ബട്ട്ലർക്ക് അത്ഭുതങ്ങൾക്ക് സാധിച്ചതുമില്ല. നിഷാന്ത് സിന്ധുവും രാഹുൽ തേവാത്യയുമെല്ലാം പെട്ടെന്ന് മടങ്ങി. വാഷിംഗ്ടൺ സുന്ദർ പൊരുതി നോക്കിയെങ്കിലും ടീം ആകെ കുറിച്ചത് 155 റൺസ് മാത്രം. ഉള്ളിൽ ചിരിച്ചാണ് RCB ബാറ്റിംഗ് തുടങ്ങിയത്. ആദ്യ ഓവർ സിറാജ് പരിക്കില്ലാതെ എറിഞ്ഞു തീർത്തു. പക്ഷേ പർപ്പിൾ ക്യാപ്പിൻ്റെ പദപ്പിൽ വന്ന റബാഡയെ രണ്ടാം ഓവറിൽ വെങ്കടേഷ് അയ്യർ തൂക്കിയെടുത്തു. പിന്നാലെ അടുത്ത ഓവറിൽ സിറാജിനെ കോഹ്ലിയും കാത്തിരിക്കുകയായിരുന്നു. വീണ്ടും ഒരു പവർ പ്ലേ വിക്കറ്റ് എന്ന മോഹത്തിലാണ് ഗിൽ റബാഡയെ വീണ്ടും പന്തേൽപ്പിച്ചത്. പക്ഷേ ആ ഓവറിൽ കോഹ്ലി അടിച്ചത് 19 റൺസ്. തൻ്റെ 2 പ്രീമിയം പേസർമാരും തല്ലു വാങ്ങിയതോടെ തന്നെ മാനസികമായി ഗിൽ മത്സരം തോറ്റിരുന്നു. പിന്നാലെ വെങ്കടേഷ് അയ്യർ വീണു. കാമിയോ ഇന്നിങ്സ് ഇല്ലാതെ ദേവ്ദത്ത് പടിക്കലും മടങ്ങി. നായകൻ രജത് പട്ടീദാറിനും കാര്യമായ റോളുണ്ടായിരുന്നില്ല. പെട്ടെന്ന് മത്സരം തീർക്കാൻ വന്ന ഫിനിഷർ ടിം ഡേവിഡും ക്രീസ് വിട്ടു. ഗുജറാത്തിൻ്റെ ഗാലറിയിൽ നേർത്ത ആലയൊലികൾ ഉയർന്നു. പക്ഷേ മറുവശത്തൊരാൾ ബാക്കിയുണ്ടായിരുന്നു. തൻ്റെ IPLലെ ഏറ്റവും വേഗതയേറിയ 50യും പ്ലേ ഓഫിലെ ഉയർന്ന സ്കോറും നേടി കോഹ്ലി മത്സരം ഫിനിഷിംഗ് പോയിന്റിലേക്ക് നടത്തി. അഹമ്മദാബാദിൻ്റെ ആകാശത്തേക്ക് പാർട്ടി പോപ്പറുകൾ ഉയർന്നു. രാജ്യമൊട്ടാകെ RCB ആരാധകർ സെലിബ്രേഷനും തുടങ്ങി. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. പരിഹസിക്കപ്പെട്ടവരെല്ലാം തിരിച്ചു വരുമെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ. വർഷങ്ങളോളം നെഞ്ചിൽ ചവിട്ടിയവർ, കളിപ്പേരുകൾ വിളിച്ചട്ടഹസിച്ചവർ, അവരൊക്കെ ഇന്ന് മെയ് 31 രാത്രിയിൽ അഹമ്മദാബാദ് സ്റ്റേഡിയത്തിലേക്കൊന്ന് നോക്കണം. ഇത് നിരാശയുടെയും അധിക്ഷേപങ്ങളുടെയും കാലത്തും ഈ സല പാടിയരുടെ ദിവസമാണ്. RCB ആരാധകർ എന്നും ഒരു അത്ഭുതമായിരുന്നു. ബദ്ധവൈരികളും എതിരാളികളുമെല്ലാം കപ്പുകൾ ഏറെ കണ്ടിട്ടും വർഷങ്ങളേറെ പിന്നിട്ടിട്ടും ഒട്ടും ആവേശം കുറയാതെ ഗാലറി നിറച്ചവരായിരുന്നു RCB ആരാധകർ. എത്രയോ വലിയ നായകന്മാർ വന്നു കരഞ്ഞു മടങ്ങിയ ഇടമാണ് RCB ക്യാപ്റ്റൻസി എന്നത്. തോൽവികൾ ഒരു ശാപമായി മാറിയ ആ കസേരയുടെ വിധി പക്ഷേ അപ്രതീക്ഷിതമായി ഒരാൾ മാറ്റിയിരിക്കുന്നു: രജത് പട്ടീദാർ. അയാൾ ക്യാപ്റ്റനായപ്പോൾ നെറ്റി ചുളിച്ചവരും പരിഹസിച്ചവരുമുണ്ട്. പക്ഷേ ഇന്ന് അവരുടെയൊക്കെ മുന്നിൽ നെഞ്ചുയർത്തി തലയുയർത്തി അവൻ നടക്കുകയാണ്. പാട്ടീദാർ, നിങ്ങൾ നേടിയത് ക്രിക്കറ്റിലെ ഇതിഹാസങ്ങൾ മാത്രം സ്വന്തമാക്കിയ അത്യപൂർവമായൊരു നേട്ടമാണ്. നിങ്ങൾ അവസാനിപ്പിച്ചതോ തലമുറകളായി ഒരു ജനത നെഞ്ചിൽ ചുമന്ന കാത്തിരിപ്പും പ്രാർത്ഥനകളുമാണ്. പറയേണ്ട മറ്റൊരാൾ ഭുവനേശ്വർ കുമാറാണ്. അലർച്ചകളോ ബഹളങ്ങളോ ഇല്ലാതെ നിശബ്ദമായി വന്ന് തലയെടുത്ത കൊലയാളി. വേഗതയേറിയ പന്തുകൾ കൊണ്ട് നെഞ്ചിരിപ്പ് കൂട്ടുന്നവർക്കിടയിൽ അയാൾ പന്ത് കൊണ്ട് ചെസ് കളിക്കുകയായിരുന്നു. ആ പന്തിൻ്റെ അപ്രതീക്ഷിത തിരിവുകൾക്കൊപ്പം മത്സരവിധിയും മാറിമറിഞ്ഞു. പർപ്പിൾ ക്യാപ്പ് യുദ്ധത്തിൽ ഒരു വിക്കറ്റ് അകലെ വീണെങ്കിലും ഫോർ മീ ഈ സീസണിലെ ബെസ്റ്റ് ബോളർ നിങ്ങളായിരുന്നു. പറയാൻ പേരുകൾ പിന്നെയും ബാക്കിയാണ്. ആദ്യ മത്സരങ്ങളിൽ തകർത്തടിച്ചിരുന്ന ഫിൽ സോൾട്ടിനെ എങ്ങനെ മറക്കാൻ? ഈഗോ ഇല്ലാതെ ബെഞ്ചിലിരിക്കുകയും കിട്ടിയ അവസരങ്ങളിൽ മിന്നുകയും ചെയ്ത വെങ്കടേഷ് അയ്യരും ഈ ട്രോഫിയിൽ ഒരു കയ്യൊപ്പിട്ടിട്ടുണ്ട്. മറ്റൊരാൾ ദേവ്ദത്ത് പടിക്കൽ. അവൻ കാറ്റിനെ പോലെയാണ് വന്നത്. മത്സരം RCBക്കെതിരെ തിരിയുമ്പോൾ എല്ലാം എതിർദിശയിലേക്ക് വീശിയടിച്ചവൻ.
ആ കാമിയോ ഇന്നിങ്സുകളുടെ ബലത്തിൽ കൂടിയാണ് പല വിജയങ്ങളും പിറന്നത്. ബാറ്റ് കൊണ്ട് കനപ്പെട്ട സംഭാവനകൾ അധികമില്ലെങ്കിലും ടിം ഡേവിഡും ദിനേശ് ശർമ്മയും ഈ RCB പടയുടെ നട്ടെല്ലുകൾ തന്നെയാണ്. RCB ടീമിനെ ബാലൻസിംഗ് സ്ക്വാഡാക്കിയതിൽ കുണാൽ പാണ്ഡ്യ എന്ന ഫൈറ്റർക്കും വലിയ പങ്കുണ്ട്. മുംബൈ ഇന്ത്യൻസിന്റെ പ്രതാപകാലത്ത് 3 കിരീടങ്ങൾ സ്വന്തമാക്കിയ കൃണാൽ RCBക്കൊപ്പവും 2 നേടിയിരിക്കുന്നു. പരിക്കും മാറി നിൽക്കാൻ സമ്മർദ്ദങ്ങളും ഉണ്ടായിട്ടും ഒന്നുചേർന്ന ഹേസൽവുഡിനെ എങ്ങനെ മറക്കാൻ? ഹേസൽവുഡിന്റെ അഭാവത്തിൽ നന്നായി പന്തെറിഞ്ഞ ജേക്കബ് ഡെഫിക്കും വിജയത്തിൽ അഭിമാനിക്കാം. ഈ പുലികൾക്കൊപ്പം പന്തെടുത്ത റാസിഖ് സലാമും മോശമാക്കിയിട്ടില്ല. അരങ്ങിൽ ഈ പേരുകളൊക്കെയായിരുന്നുവെങ്കിൽ അണിയറയിലും കരുക്കൽ നീക്കിയവരുണ്ട്. യഥാർത്ഥ വിജയശില്പികൾ. ഒരു ഗോഡ്ഫാദർ കണക്കെ ഡഗൌട്ടിലുണ്ടായിരുന്ന ആൻഡി ഫ്ലവർ, പിന്നിൽ കരുത്തായി കൂടെ നിന്ന RCBയുടെ സ്വന്തം DK, ഒരു മാനേജറിനെ പോലെ കാര്യങ്ങളെല്ലാം വൃത്തിക്ക് ചെയ്ത മോ ബബാട്ട്, ഒടുവിൽ ഡാറ്റയും അനാലിസിസും കോർത്തിണക്കി എതിരാളികളുടെ താവളം എവിടെയെന്ന് കൃത്യമായി വരച്ചു കാട്ടിയ ഫ്രെഡി വെൽഡെ. ഈ 4 സംഘത്തിൻ്റെ കൂടി വിജയമാണിത്. ലബോറട്ടറിയിൽ എന്നോണം ഇവർ കൃത്യതയോടെ വരച്ചുവെച്ച പ്ലാനുകളാണ് മൈതാനത്ത് നടപ്പായത്.